കപ്പ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് നല്ല കണക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഈ കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നല്ല ടേസ്റ്റാണ്. തൊലിയൊക്കെ ചെത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിരകിയെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ചിരകി എടുത്തത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒരു മിക്സി ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു മിക്സി ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് കണക്ക് നമുക്ക് അരച്ചെടുക്കാം. ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല കണക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നല്ല കണക്ക് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടെ നല്ല കണക്ക് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നല്ല കണക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കപ്പ അടിച്ചിട്ടിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സി ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അതും കൂടെ ആ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് തീ കൂട്ടുകയും ചെയ്യരുത്, തീ ഒത്തിരി കുറയ്ക്കുകയും ചെയ്യരുത്. എന്നിട്ട് ഒരു പകുതിയിൽ വെച്ച് നമുക്ക് നല്ല കണക്ക് ഇളക്കിയെടുക്കാം. നല്ല കണക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇച്ചിരി വേഗം അപ്പോൾ ശകലം ഉപ്പ് ഇടാൻ മറന്നുപോയി. ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പിച്ച് വെള്ളത്തിനകത്ത് കലക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കണക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് ടൈറ്റ് ആകും തോറും ഇളക്കാൻ പാടായിരിക്കും. കപ്പയല്ലേ, അപ്പോൾ ഇളക്കാൻ ഇച്ചിരി പാടായിരിക്കും. എന്നാലും നല്ല കണക്ക് ഇളക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ഇത് വേവണം കപ്പ. എന്നിട്ട് നമുക്ക് അപ്പം നമ്മുടെ ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അരിച്ച് ആക്കിയതാണ്. അതും കൂടെ നല്ല കണക്ക് ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ലൂസാകും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി ടൈറ്റ് ആക്കിക്കോളൂ. നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല കണക്ക് നമുക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി കൂടെ ഇതൊന്ന് ടൈറ്റ് ആവണം. ഇപ്പം ഇച്ചിരി ലൂസല്ലേ, ഉണ്ടോ ഉണ്ടോ, ഇച്ചിരി കൂടെ ലൂസാവണം, ടൈറ്റ് ആവണം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. ഇത് അടുപ്പിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ തോനെ നെയ്യൊന്നും വേണ്ട, കുറച്ച് നെയ്യൊക്കെ മതി. നല്ല കണക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്ന് ഇടണം. അപ്പോൾ